അധ്യക്ഷ പ്രസംഗത്തിനായി മിസ്റ്റർ സഖീർ ഹുസൈൻ മുല്ലവീട്ടിൽ, റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത്രയും സ്നേഹം നിറഞ്ഞ കോഴിക്കോട്ടെ പൊതുസമൂഹത്തിലെ എല്ലാ സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന ആദരണീയനായ മാതൃഭൂമിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറും KTC ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രേട്ടൻ, പ്രശസ്ത സിനിമാ നടൻ ശങ്കർ, റോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ ശ്രീധരൻ നമ്പ്യാർ, റോട്ടറി ക്ലബ് ഓഫ് സൈബർ സിറ്റിയുടെ പ്രോഗ്രാം ചെയർ ആൻഡ് ഡിസ്ട്രിക്ട് ചെയറും കൂടിയായ ശ്രീ സനാഫ് പാലക്കണ്ടി, 24 ഫ്രെയിംസിൻ്റെ സെക്രട്ടറി ശ്രീ ബിനു വണ്ടൂർ, വേദിയിലെ വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, 24 ഫ്രെയിംസിൻ്റെ ആഭിമുഖ്യത്തിൽ PK റോസിയുടെ പേരിലുള്ള അവാർഡ്, ആദ്യത്തെ ഒരു അവാർഡ് കോഴിക്കോട് വെച്ച് നൽകണം എന്ന് 24 ഫ്രെയിംസ് റോട്ടറി ക്ലബിനോട് ആവശ്യപ്പെടുകയും ആ പരിപാടിയിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ 44-ാം വാർഷികത്തിൻ്റെ ഭാഗമായി അതിലൂടെ നമ്മുടെ നാട്ടിൽ പ്രശസ്തി ആർജിച്ച പ്രശസ്ത നടൻ ശങ്കറിനെ ആദരിക്കലും, പിന്നണി ഗായിക മിൻമിനുടെയും അതുപോലെ പ്രശസ്ത ഗായകൻ സുനിൽ കുമാറിൻ്റെയും ഗാനമേളയും നിരവധി ആർട്ടിസ്റ്റുകൾക്കുള്ള അവാർഡ് വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റി വിവിധ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സംവിധാനമാണ് റോട്ടറി ക്ലബ്ബുകളെല്ലാം തന്നെ. ഇൻ്റർനാഷണൽ ലെവൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന റോട്ടറി അതിൻ്റെ ഒരു ഭാഗമായാണ് ഇത്തരത്തിലുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നത്. അശരണായ സമൂഹത്തിൽ അശരണായിട്ടുള്ള ആളുകൾ, യാതൊരു വിധത്തിലും സാമ്പത്തികമായും മറ്റുള്ള നിലക്കും ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെയുള്ള എല്ലാ സമൂഹത്തിലെ എല്ലാ തലത്തിലും അവഗണിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് റോട്ടറി ക്ലബ്ബുകൾ വേൾഡ് വൈഡായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റ് കലാ കായിക രംഗത്തുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നത്. കൂടുതലായി അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല. ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മാതൃഭൂമിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കൂടിയായ നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ ചന്ദ്രേട്ടനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ മുല്ലവീട്ടിൽ സഖീർ ഹുസൈൻ, നമ്മുടെ എന്നില്ല മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഈ അവാർഡ് ദാന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഏറെക്കാലം മലയാള സിനിമയിലെ നിത്യഹരിത നായകനായിരുന്ന പ്രശസ്ത നടൻ ശങ്കറിനാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകുന്നത്. ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന ശങ്കർ തൻ്റെ സാന്നിധ്യം ഇടയ്ക്കിടെ നമ്മെ അറിയിക്കുന്നുണ്ട്. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ച ശ്രീ ശങ്കറെ ഞാൻ ആർദ്രമായി അഭിനന്ദിക്കുന്നു. അതുപോലെ വിവിധ ഭാഗങ്ങളിൽ പുരസ്കാരത്തിന് അർഹരായ മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ അജിത്ത് അടക്കമുള്ള എല്ലാവരെയും ഞാൻ അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു. ഇന്നിവിടെ പുരസ്കാരം നൽകി ആദരിക്കുന്നവരെല്ലാം മലയാളികൾക്ക് പരിചിത മുഖങ്ങളാണ്.
ഞങ്ങളുടേതായ മേഖലകളിൽ സ്വന്തം പ്രതിഭയിൽ തിളങ്ങുന്നവരാണ് അവർ. കോഴിക്കോടിൻ്റെയും മണ്ണിനെയും മനസ്സിനെയും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. പ്രതിഭകളെ കണ്ടെത്തി വളർത്തുന്നതിലും അവരെ ആദരിക്കുന്നതിലും കോഴിക്കോടിനോളം ഹൃദയവിശാലതയുള്ള മറ്റു നഗരം ഉണ്ടാവില്ല. സാഹിത്യവും നാടകവും സംഗീതവും സ്പോർട്സുമെല്ലാം കോഴിക്കോടിൻ്റെ പെരുമകളാണ്. ഇവിടെ ജനിച്ചു വളർന്ന മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയ നിരവധി വ്യക്തികളുണ്ട്. അവരെ ഓർക്കാതെ നമുക്ക് സാംസ്കാരിക ലോകം പൂർണ്ണമാവില്ല. പ്രതിഭകളുടെയും ഓർമ്മകളുടെയും സ്നേഹത്തിൻ്റെയും കൂടിച്ചേരൽ കോഴിക്കോടിൻ്റെ അഭിമാന നിമിഷമാണ്. ഇത്തരം കൂടിച്ചേരലുകൾ നഗരത്തിൻ്റെ സായാഹ്നങ്ങളെ കൂടുതൽ പ്രകാശപൂരിതമാക്കുന്നു. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന സുനിൽകുമാർ അടക്കമുള്ള ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സംഗമത്തിന് സാക്ഷികളാവാനെത്തിയ നിങ്ങളെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വന്തം ശ്രീ PV ചന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. തിരി തെളിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങാം. ഒരു തലയിലാകാം എന്ന സിനിമയിലൂടെ 250 ദിവസം തിയേറ്ററുകളിൽ ഓടിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന മലയാള ചിത്രത്തിലൂടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ വിസ്മയിപ്പിച്ച നടൻ. 1979 ശരപഞ്ചരം എന്ന സിനിമയിലൂടെ സൂപ്പർ സ്റ്റാർ ജയനോടൊപ്പം മലയാള സിനിമയിൽ തുടക്കം കുറിച്ച ശങ്കർ. നിർമ്മാതാവ്, വ്യവസായി, സാമൂഹിക പ്രവർത്തകൻ എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ലഭിച്ച അവാർഡുകൾ ഏറെ. ലണ്ടൻ ഇൻഡിപെൻഡൻസ് 2006 ഫിലിം ക്രിറ്റിക്സ് ടെലിവിഷൻ മികച്ച നടനുള്ള അവാർഡ്, 2006 ടെലിവിഷൻ വ്യൂവേഴ്സിന്റെ മികച്ച നടൻ, ചലച്ചിത്ര സംവിധായകൻ, ചലച്ചിത്ര നിർമ്മാതാവ്, സാമൂഹിക പ്രവർത്തകൻ. 1990 മുതൽ 2024 വരെ അഭിനയത്തിൽ തുടർന്നതിന്റെ അദ്ദേഹം സംവിധായകനും നിർമ്മാതാവുമായി. നവാഗതരായ മോഹൻലാലിനും പൂർണിമ ജയറാമിനുമൊപ്പം ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, പിന്നീട് ചലച്ചിത്ര നിർമ്മാണം, വ്യവസായ മേഖല എന്നീ തലങ്ങൾ ശങ്കർ വ്യാപകത്തിനായി. 1998 ഭദ്ര, സുന്ദരിപ്രാവ്, ദ ഫയർ,